ഹലോ ഗൈസ്, ഇത് നമ്മളെ ഗോവയിലത്തെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. എനിക്കറിയാം, ഞാൻ ഈ ട്രിപ്പിൻ്റെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. എനിക്കറിയാം, വേണമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സില്ലേ, അവർക്ക് ഈ വീഡിയോസിലേക്കൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ എടുക്കുകയാണ് അവരുടെ ഒരു കംഫർട്ട് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാം ഇൻക്ലൂഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ ഒരവസ്ഥയല്ലായിരുന്നു. അതായത് ഫുൾ കറക്കായിരുന്നു. മാക്സിമം സ്ഥലങ്ങൾ കിട്ടണം എന്നുള്ള ആ ഒരു സംഭവത്തിൽ ഫുൾ കറക്കായിരുന്നു. ഇപ്പോൾ ആഗ്രയിൽ നിന്നാണെങ്കിൽ പോലും ഞങ്ങൾ ഫസ്റ്റ് പോയത് ആഗ്രയിലാണ്. ആഗ്രയിൽ ഒരു 10-ാം തീയതി ഞങ്ങൾ അവിടുന്ന് ട്രെയിന് കയറി. സെപ്റ്റംബർ 10-ന് നാട്ടിൽ നിന്ന് ട്രെയിന് കയറിയിട്ട് സെപ്റ്റംബർ 12-ന് ഒരു 1:30 ആയപ്പോഴാണ് തോന്നുന്നു ആഗ്രയിലെത്തിയത്. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് എത്തി. ശ്രീലകം ഹോളിഡേയ്സ് എന്ന് പറയുന്ന ട്രാവൽസ് ചെയ്യുന്ന രാഹുലേട്ടൻ എന്ന് പറയും, അവരാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തന്നത് കേട്ടോ. അപ്പോൾ അവർ ആഗ്രയിലെത്തിയപ്പോൾ തന്നെ ആഗ്രയിൽ മലയാളം സംസാരിക്കുന്ന ഒരു ഹിന്ദിക്കാരനുണ്ട്. കേരളം കണ്ടിട്ടില്ലാത്ത യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ അയാളുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത്, ആഗ്രയിൽ എത്തിയ സമയത്ത് തന്നെ അയാൾ വന്നിട്ട്, അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആഗ്ര സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പം അയാളുടെ ഓട്ടോയിൽ കയറി. അയാൾ ഒരു റൂം കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ഓക്കെ ആയി. ആദ്യം റൂം കാണിച്ചു തന്നത് ഓക്കെ ആയില്ല. പിന്നെ വേറൊരു റൂം കാണിച്ചു തന്നത് ഓക്കെ ആയി. അവിടെ സ്റ്റേ ചെയ്ത് അന്ന് അയാളുടെ ഓട്ടോയിൽ നമ്മളുടെ നമ്മളുടെ താജ്മഹലിൻ്റെ ബാക്ക് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് കണ്ടു കഴിഞ്ഞ് നമ്മളുടെ മിനി താജ്മഹലിലേക്ക്, ബേബി താജ്മഹലിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആഗ്ര ഫോർട്ട്, അതൊക്കെ ഞങ്ങൾ പോയി അന്ന് 12-ാം തീയതി കണ്ട സ്ഥലങ്ങളാണ്. പിന്നെ നേരെ റൂമിലേക്ക് വന്നത് കോമഡിയാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആഗ്ര ഫോർട്ട് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു സ്ട്രീറ്റിൽ ഇറക്കിത്തരാം. അവിടെ അത്യാവശ്യം നൈറ്റ് ഫുഡൊക്കെ ഒരുപാട് ഷോപ്സൊക്കെ ഉള്ളതാണ്. നൈറ്റ് ഫുഡൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഇറക്കി തരാം. നിങ്ങൾക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റും. നല്ലൊരു മാർക്കറ്റ് ഉണ്ട്, നിങ്ങൾ അവിടെ ഇറങ്ങിക്കോ. അവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ കയറാം, അല്ലെങ്കിൽ നടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നെ അയാളുടെ അന്നത്തെ ക്യാഷ് സെറ്റിൽ ചെയ്തു. അയാൾ അധികം ക്യാഷൊന്നും വാങ്ങുന്നില്ല കേട്ടോ, ഒരു മിനിമലായിട്ട് തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ, അപ്പം ഞങ്ങൾക്ക് തോന്നി കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം. അങ്ങനെ വിചാരിച്ച് ജസ്റ്റ് നടന്നതാണ്. അങ്ങനെ നടന്ന് 2 കിലോമീറ്റർ നടന്നു. 2 കിലോമീറ്റർ നടന്നിട്ടാണ് റൂമിലെത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നൈറ്റ് അവിടെ നടക്കുന്നത് അത്ര സേഫ് ഒന്നുമല്ല. വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എന്നാലും വലിയ സേഫ് അല്ല. അപ്പോൾ പിന്നെ റൂമിൽ കയറി. പിറ്റേ ദിവസം 3:30 ആയപ്പോൾ എണീറ്റ് ഫ്രഷായി. താജ്മഹൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ, അതായത് സൺറൈസിൻ്റെ മുന്നേ പോയാലായിരിക്കും അടിപൊളി എന്നൊക്കെ പറഞ്ഞു കേട്ടത് കൊണ്ട് ഞങ്ങൾ 3:30 എണീറ്റ് ഒരു 5 മണി ആയപ്പോഴത്തേക്കും, ഒരു 5:30 ആയപ്പോഴത്തേക്കും താജ്മഹലിലെത്തി. സംഭവം വീക്കെൻഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, ശനിയാഴ്ച. നല്ല തിരക്ക്. ഈ പൊലിച്ച് 5 മണിയാണത് എന്ന് കണ്ടാൽ മനസ്സിലാവില്ലായിരുന്നു, അങ്ങനെ തിരക്ക്. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം ആ ഒരു ലൈറ്റിൽ ഫോട്ടോ എടുക്കാനും കഴിയും. പിന്നെ കുറേ നേരം അവിടെ നിന്ന് പിന്നെയാണ് ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ആ ടൈമിൽ പോകുമ്പോൾ നമുക്ക് മുൻകൂട്ടി നമ്മൾ അവിടുത്തെ ടിക്കറ്റ് എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ഓൺലൈൻ വഴി ചെയ്യേണ്ടി വരും. 5:30 പോകുന്ന, നമ്മൾ നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ആ ഒരു ടൈമിലാകുമ്പോൾ വലിയ വരി ഉണ്ടാവില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ് 5:30 താജ്മഹൽ ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ ഒരു 20 മിനിറ്റ്സ് മുന്നേ നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിരിക്കും. ഞങ്ങൾ നേരിട്ട് പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താജ്മഹൽ കണ്ടു. ഗെയ്സ്, ഞങ്ങൾ താജ്മഹലിന് ഇറങ്ങുക കേട്ടോ. കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടി. മെയിനായിട്ട് അതിനാണ് ഇത്ര ഗെറ്റപ്പിലൊക്കെ വന്നത്. ഭയത്തിന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടി. പിന്നെ അടിപൊളിയായിരുന്നു ഗെയ്സ്. കണ്ട് നേരെ റൂമിലേക്ക് വന്ന്, അതിന് മുന്നേ നമുക്ക് നേരെ ഞങ്ങൾ അന്ന് തന്നെ ഡൽഹിയിൽ പോകണമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിലേക്ക് പോകാനുള്ള ബസ് ടിക്കറ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ നേരെ, അത് വരുന്ന വഴിക്ക്, താജ്മഹലിന് വരുന്ന വഴിക്ക്
ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് നേരെ റൂമിലേക്ക് ചെന്ന് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വിശപ്പ് കാരണം ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ പോയി ഡ്രസ്സ് മാറ്റി ബാഗ് പാക്ക് ചെയ്തിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഉള്ള ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലെത്തിയപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുത്തബ് മിനാറൊക്കെ അന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല. അപ്പോൾ എവിടേക്കെങ്കിലും പോയാൽ പിറ്റേ ദിവസത്തേക്ക് അത്രയും ദിവസം സ്ഥലങ്ങൾ കുറച്ച് കണ്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എത്തിയ ദിവസം തന്നെ നൈറ്റ് റൂമൊക്കെ എടുത്തിട്ട് ഇന്ത്യ ഗേറ്റിലേക്ക് പോയി. ഞങ്ങൾ താജ്മഹലിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് വന്നു കേട്ടോ. ഡൽഹിയിൽ വന്നിട്ട് പെഹർഗഞ്ച് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ റൂം എടുത്ത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇന്ത്യ ഗേറ്റ് കാണാൻ വന്നതാണ്. ടൈം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലോസിങ് ടൈമാണ്. ഇനിയിപ്പോൾ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നാളെ ഒരു ഫുൾ ഡൽഹിയിലുള്ള അത്യാവശ്യം സ്ഥലങ്ങൾ കാണണമെന്നുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു സ്ഥലത്തിൽ നിർത്തുകയാണ്. കാരണം നമ്മൾ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്താൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്ഥലം കാണണം, കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്. ഇനിയിപ്പം നാളെ ചെയ്യാം. ഞങ്ങൾ പെട്ടെന്ന് നടക്കുകയാണ്. 2 വർഷം മുന്നേ ഞങ്ങൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡൽഹിയിലുള്ള ഒരു മെയിൻ സ്ഥലങ്ങളും അല്ലെ കണ്ടതായിട്ടുള്ള ഒരു സ്ഥലങ്ങളും കാണാൻ പറ്റിയില്ലായിരുന്നു. ഒരു സ്ഥലവും കണ്ടില്ല. ആകെ കണ്ടത് റെഡ് ഫോർട്ട് മാത്രം. ഇപ്പോൾ ഇതാ ഇന്ത്യ ഗേറ്റ് കാണുകയാണ് ഗൈസ്. ഭയങ്കര ഹാപ്പി. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോവാ. എങ്ങോട്ടാ കൊണ്ടുപോകണം അറിയില്ല. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചെയ്യുന്ന എന്തോ പരിപാടിയാണ്. നോക്കാം. ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞ് ഇന്ത്യ ഗേറ്റ് കണ്ടു വന്നിട്ടോ. ഇനി എന്തെങ്കിലും കഴിക്കണം. രാവിലെ താജ്മഹലിൽ നിന്ന് വന്ന് 9 മണിക്ക് കഴിച്ചതാ. പിന്നെ അവിടുന്ന് നേരെ പോയിട്ട് ബസ്സിലൊക്കെ കയറി പിന്നെ റൂമിലൊക്കെ ചെന്ന് അങ്ങനെയൊക്കെ കുറേ ടൈം പോയി. പിന്നെ ഒന്നും കഴിച്ചില്ല. നല്ല വിശപ്പുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കട്ടെ. ഞങ്ങൾ മറ്റേ എന്താ പറയുക, ഇതിന്റെ പേരെന്താ എനിക്കറിയില്ല. അതിന്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ടൈമാ പോകുന്നത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ പൊറാട്ട. ഇത് ബട്ടർ ചിക്കനും ഇത് ചില്ലി ചിക്കനും ആണ് ഗൈസ്. 2 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അതായത് 13-ാം തീയതി 14-ാം തീയതി. അപ്പോൾ ഞങ്ങൾ എത്തിയത് 13-ാം തീയതി. 13-ാം തീയതി എത്തി. പിന്നെ റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് ഞങ്ങളൊരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഗേറ്റൊക്കെ കണ്ട് ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റൂമിലെത്തി. ഞങ്ങൾ റൂം എടുത്തത് പെഹൽഗഞ്ച് എന്ന് പറയുന്ന മാർക്കറ്റിലായിരുന്നു. ആ മാർക്കറ്റ് നല്ല അടിപൊളി വൈബുള്ള മാർക്കറ്റാട്ടോ. ഫുഡായാലും പിന്നെ ക്ലോത്ത്സൊക്കെ റേറ്റ് കുറവ്. കുറേ ഡ്രസ്സൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവരാനൊരു ചാൻസും ഇല്ല. കാരണം എൻ്റെ കയ്യിൽ വലിയൊരു ബാഗാണുള്ളത്. ഏട്ടൻ്റെ കയ്യിൽ ട്രോളി ബാഗ് ആണെങ്കിൽ അതും വലുതാണ്. അപ്പം ഡ്രസ്സ് വാങ്ങി കൂട്ടിയിട്ട് നമ്മൾ നാട്ടിലെത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ എടുത്തില്ല. പിന്നെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം 14-ാം തീയതി ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ. 4:30 ആയപ്പോൾ എണീറ്റ് ഫ്രഷായി ഒരു 6 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ആദ്യം ഇവിടെ പോയി, നമ്മളുടെ യമുനാഘട്ടിൽ പോയി. യമുനാഘട്ടിൽ
രാവിലത്തെ വ്യൂ അടിപൊളിയാണ്. സൺറൈസിൻ്റെ മുന്നേ പോയ അടിപൊളിയാണ്. കുറേ പറവകളൊക്കെ പാറി നല്ല അടിപൊളി വൈബാണ്. അവിടെ ചെന്നപ്പോൾ നല്ല ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലവും ഇത്ര ചളി കാണാൻ നമുക്ക് അറപ്പാവും. അങ്ങനത്തെ ഒരു ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു പറവ പോയിട്ട് പറവേൻ്റെ ഒരു തൂവല് പോലും ഞങ്ങളവിടെ കണ്ടിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു. സൺറൈസ് ആവുമ്പോൾ ഉള്ള ആ ടൈമിലൊരു ഫോട്ടോ സെറ്റാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ യമുനാഘട്ടിൽ വന്നതാണ് കേട്ടോ. റിയൽ വിത്ത് റിയാലിറ്റി എന്ന് പറയുന്ന അവസ്ഥയാണ്. ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ആകെ ആ ഒരു സൺലൈറ്റ്, ഈ ഒരു പുഴ, ആ ഒരു തോണി, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാഹചര്യത്തിലൊക്കെ ആൾക്കാർ വരുന്നത്. അതൊരു അൺകംഫർട്ടബിൾ തോന്നുന്നൊരു സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഒരു പാലം കടക്കണം. ആ ചളിക്കുണ്ട് കൂടെ പാലമൊക്കെ കടന്ന് എങ്ങനെയോ ഞാൻ കടന്നിങ്ങനെ പോകുമ്പോഴത്തേക്ക് കറക്റ്റ് ചളിയിൽ എൻ്റെ കാല് പൂണ്ടുപോയി. എന്ത് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ ഞാൻ അവിടുത്തെ കാര്യം ചോദിച്ചു, ഈശ്വരാ രാവിലെ തന്നെ ദിവസം പോയല്ലോ എന്ന് വിചാരിച്ചു നിന്നപ്പോൾ പിന്നെ ഏട്ടൻ ആ ഒരു ഡേ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റുള്ള ഏട്ടൻ പെട്ടെന്ന് തന്നെ പോയി ഒരു കുപ്പി മിനറൽ വാട്ടറൊക്കെ വാങ്ങി വന്ന്. ഏട്ടന് ഈ ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തില്ല, അങ്ങനെ ചളി തൊടില്ല, ഒട്ടും കംഫർട്ടബിളായിട്ട് തോന്നാത്ത സംഗതികളുടെ ഒന്നും അങ്ങനെ അടുത്ത് പോവില്ല, അങ്ങനെ ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തില്ല. ആ മനുഷ്യൻ ആ വൃത്തിയിട്ട ചളിയുള്ള അത് കൈകൊണ്ടൊക്കെ കഴുകി തന്ന്. പിന്നെ ആ മിനറൽ വാട്ടർ തീർന്നിട്ടും എൻ്റെ കാലത്ത് ചളി പോയില്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, ഒട്ടും വൃത്തിയില്ലാത്തൊരു ബാത്റൂമാണ്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കാലിൽ ആ വെള്ളം കൊണ്ടൊക്കെ കഴുകി തന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഷൂ ആയതുകൊണ്ട് കാലിൻ്റെ ഉള്ളിൽ അധികം ചളിയായില്ല, ഷൂവിലാണ് അധികം ആയത്. പിന്നെ പാൻറ്റിൽ കുറച്ച്. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ സെറ്റാക്കി ഞങ്ങൾ പിന്നെ നേരെ റെഡ് ഫോർട്ടിലേക്ക് പോയി. ഫസ്റ്റ് യമുനാഘട്ടിൽ പോയി. ഇപ്പോൾ സെക്കൻഡ് റെഡ് ഫോർട്ടിൽ വന്നതാ. ഇനി ജമാ മസ്ജിദ് പോകണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ജമാ മസ്ജിദ്, പിന്നെ കുത്തബ് മിനാർ, ലോട്ടസ് മഹലൊക്കെ പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. റെഡ് ഫോർട്ടിൽ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഞാനും ഏട്ടനും കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്കും അതിൻ്റെ ഉള്ളിൽ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ പുറത്തുനിന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ നടന്നാട്ടോ പോയത്. മീൻസ് ഓട്ടോയിലാണ് റെഡ് ഫോർട്ടിലേക്ക് പോയി ഇറങ്ങിയത്. അവിടുന്ന് നടന്ന് റെഡ് ഫോർട്ടും പിന്നെ ജമാ മസ്ജിദും കണ്ടു. ജമാ മസ്ജിദിൻ്റെ അകത്തും അതുപോലെ ഓപ്പൺ ടൈം ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്നൊക്കെ കണ്ട്. പിന്നെ അവിടുന്ന് ഗേറ്റ് നമ്പർ 1 അവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നൈറ്റാണ് ഓണായിട്ടിരിക്കുക. പക്ഷെ രാവിലെയും അവിടെ അല്ലാത്ത ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ഭാഗ്യവശാൽ എല്ലാവരും പറയും നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് ഭയങ്കര ശോകമായിരിക്കും. ഞങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ട് നല്ല ഫുഡായിട്ടോ കിട്ടിയത്. രണ്ട് ചിക്കൻ കറി, 4 റൊട്ടിയും വന്നിട്ടുണ്ട്. മസ്ജിദിൽ പോയിട്ട് ഗേറ്റ് നമ്പർ 1 ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി മെട്രോയിൽ കയറി പുരാണക്കിലയിലേക്ക് പോകും. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ മെട്രോയിൽ കയറി. ജമാ മസ്ജിദിൻ്റെ അടുത്ത് തന്നെ മെട്രോ ഉണ്ട്. ആ മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പുരാണാഖില എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി. പിന്നെ അവിടുന്ന് മെട്രോ ഇറങ്ങിയ മുതൽ തുടങ്ങി അവിടെയുള്ള ഓട്ടോക്കാരുടെ തല്ലും ബഹളവും. എൻ്റെ ദൈവമേ, ഞങ്ങളിങ്ങനെ പറയുമോ കച്ചറ കൂടാൻ പോവാണ് കയറി. കാരണം അങ്ങനെയാണ് അവിടുത്തെ തല്ലും ബഹളമൊക്കെ. അങ്ങനെ പറയും. പിന്നെ നമ്മൾ റേറ്റ് വെച്ചാൽ 150 to 50 എന്നൊക്കെയാണ് പറയുന്നത്. 80 രൂപ പോലും ഉണ്ടാവില്ല 3 കിലോമീറ്റേഴ്സിന്. പിന്നെ ഞങ്ങൾ പറയുന്നത് പറ്റില്ല. അപ്പോൾ അവർ പെർ ഹെഡ് 20 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കയറും. അങ്ങനെ
പക്ഷെ വേറൊരു സംഗതി ഉണ്ടായത്, ഞങ്ങൾ പോയ പുരാണക്കിലേക്ക് പോകുമ്പോഴാന്ന് തോന്നുന്നു ഒരു ഓട്ടോ ഡ്രൈവർ 250 120 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 100. സംഭവം 80 രൂപേൻ്റെ ഓട്ടോ ഉള്ളൂ. ഞാൻ ആവശ്യമുള്ളത് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-നാണ് പോയത്. പിന്നെ തിരിച്ചു വരുമ്പോഴൊക്കെ 80-നാണ് കിട്ടിയത്. പുരാണക്കിലേയും കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ പറ്റിയ നല്ല പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം, മൈതാനങ്ങൾ. പിന്നെ അപ്പോൾ രതിയുടെ ഹസ്ബൻഡ് ഒരു കോമഡി പറഞ്ഞു, ഏതോ പാവപ്പെട്ട രാജാവിൻ്റെ കൊട്ടാരമാണെന്ന്, ഫുള്ള് കല്ലും മണ്ണായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് ഒരുപാട് ഏരിയ ഉണ്ട് ഗൈസ്, കുറേ കാണാനുണ്ട്. വെയിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് തീരെ പെട്ടെന്ന് ടയേർഡാവുക, ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേ നിൽക്കുക ബോഡി. ഒരു ഉഷാറില്ല സ്ഥലങ്ങളൊന്നും കാണാൻ, നടന്ന് കൊയ്ങ്ങി ആവുന്നില്ല ഗൈസ്. ഇറങ്ങിയിട്ട് അവിടുത്തെ പിന്നെ മറ്റേ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലെ നാരങ്ങ വെള്ളത്തിന് കൊതിയായിട്ട് ക്ഷീണിച്ചിട്ടേ എവിടെയില്ല നാരങ്ങ സോഡയൊന്നും. പിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ നാരങ്ങ സോഡ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ അപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായിരുന്നു കേട്ടോ. പോയാലോ ഇനിയിപ്പോൾ എല്ലായിടത്തും കാണും, പക്ഷെ ഞാൻ സമ്മതിച്ചില്ലേ. നമുക്ക് ഇവിടെ വന്നിട്ട് കുത്തബ് മിനാറും ലോട്ടസ് മഹലും മിസ് ചെയ്തതാണ്. എല്ലാവരും ചോദിക്കുക അവിടെ പോയിട്ട് ഇത് കണ്ടിടണോ, കഴിഞ്ഞ തവണ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ മെട്രോയിലും ഓട്ടോയിലും ആയിട്ടാട്ടോ പോയത്. അങ്ങനെ പോയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ പാക്കേജസ് ഒക്കെ ഉണ്ടാവും. ഇത്ര സ്ഥലങ്ങൾ അവർ കൊണ്ട് കാണിച്ചൊരു ഇത്ര റേറ്റിന് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതാകുമ്പോൾ ഈ നടത്തം കുറയും, പിന്നെ ഈ തല്ലും ബഹളവും ഓട്ടോക്കാരുടെ അതൊക്കെ കുറയും. പക്ഷെ ഇത് കുഴപ്പമില്ലായിരുന്നു, നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റി, കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലോട്ടസ് മഹലിൽ പോയി. ലോട്ടസ് മഹലിൽ ഞങ്ങൾ ലോട്ടസ് മഹലിൽ പോകുന്നതിന് മുന്നേ കേട്ടോ കുത്തബ് മിനാർ പോയത്. കുത്തബ് മിനാർ പോയിട്ടാണ് ലോട്ടസ് മഹലിൽ പോയത്. അതെ 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 അതെ. അപ്പം ഞങ്ങൾ കുത്തബ് മിനാർ പോയി കണക്ഷൻ ആയിട്ടാട്ടോ മെട്രോ കയറേണ്ടത് അവിടേക്കൊക്കെ പോകാൻ. അങ്ങനെ കുത്തബ് മിനാർ പോയി. കുത്തബ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഫാമിലി റെസ്റ്റോറൻറ്റ്. അവിടെ പോയിട്ട് കഴിച്ചു. യെസ്, ഞങ്ങളിപ്പോൾ കുത്തബ് മിനാറിലാണ് ഉള്ളത്. കുത്തബ് മിനാർ കാണാനായിട്ട് കുത്തബ് മിനാർ. ഇതിന്റെ ഓപ്പോസിറ്റ് പോയാൽ ഇതിന് നല്ല ഫോട്ടോ. ഇപ്പൊ വെയിലാണ് ഫോട്ടോ കിട്ടുന്നത്. പുല്ലിലിരിക്കാൻ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. കറക്റ്റ് ഫിറ്റിംഗ്. ഞങ്ങള് കുത്തബ് മിനാറൊക്കെ കണ്ട് രതിയുടെ ഹസ്ബൻഡ് കുത്തബ് മിനാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കൊക്കെ ഇഷ്ടമായി. അത്ഭുതമാണ്, നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കുത്തബ് മിനാറും. പിന്നെ കുത്തബ് മിനാറിന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയാണ് ലോട്ടസ് മഹലിൽ പോണത്. ലോട്ടസ് മഹൽ കണ്ടു. അകത്തൊന്നും കയറിയില്ല, കാരണം ഭയങ്കര തിരക്കാണ്. നിന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ വേസ്റ്റാവും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടൈമും ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ സമയാസമയം ഞങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. വെള്ളം കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. എന്നാലേ ഈ കാലൊക്കെ വെട്ടി പൊളിയുന്നുണ്ടായിരുന്നു വേദന കൊണ്ട്. അതും വെച്ച് വലിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വേണം, അപ്പോൾ ഫുഡ് വേണം. ലോട്ടസ് മഹലിൽ പോയിട്ട് പിന്നെ എല്ലാവരും വേണം നമുക്ക് വീട്ടിൽ പോവാം, റൂമിൽ പോവാം, മടുത്തു ഇതൊക്കെ അങ്ങനെ പറയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മറ്റേ അക്ഷാർദ്ധൻ ടെമ്പിളില്ലേ, രതിക അതിന് മുന്നേ എനിക്ക് വീട്ടിലെ കാണിച്ചു തന്നെ നല്ല അടിപൊളിയാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോയാലോ.
അപ്പോൾ എല്ലാവരും ചടച്ച്. അപ്പോൾ പിന്നെ പറഞ്ഞു വാ നമുക്ക് പോവാം. ഏട്ടനും പറഞ്ഞു ജസ്റ്റ് ഒന്ന് പോയി വരാം. അങ്ങനെ ഞങ്ങൾ അക്ഷാതൻ ടെമ്പിളിൽ പോയി ഗൈസ്. നിങ്ങൾ എവിടെ പോയില്ലെങ്കിലും അക്ഷാതൻ ടെമ്പിൾ മസ്റ്റായിട്ട് ഡൽഹിയിൽ പോകണം. അതും നൈറ്റ് പോകണം. അവിടെ ഫോൺ അലൗഡ് അല്ല കേട്ടോ. അകത്ത് അവിടെ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഫോൺ അലൗഡ് അല്ല, പവർ ബാങ്ക് അലൗഡ് അല്ല, ഹെഡ്സെറ്റ് അലൗഡ് അല്ല, ബ്ലൂടൂത്ത് സ്പീക്കർ അലൗഡ് അല്ല. അങ്ങനെ ഒരുപാട് സംഗതികൾ അവിടേക്ക് കയറ്റാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങോട്ട് കയറാൻ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അക്ഷാതൻ ടെമ്പിളിൽ പോയി ഗൈസ്, നമ്മളൊരു ബാഹുബലിൻ്റെ സെറ്റിൽ പോയ പോലെ പണ്ടുള്ള കൊട്ടാരമുള്ള കാലത്തൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതായത് രാജാക്കന്മാരുള്ള സമയത്തൊന്നും. പക്ഷെ നമ്മളുടെ കൺമുന്നിൽ ഒരു കൊട്ടാരം കാണുന്ന ഒരു ഫീലായിരുന്നു. അടിപൊളി. ബാഹുബലിൻ്റെ സെറ്റിലൊക്കെ പോലത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ ടെമ്പിളൊക്കെ അവിടെ ഉണ്ടോ? ടൈം ഇപ്പോൾ 6 മണി കഴിഞ്ഞു ഗെയ്സ്. ഞങ്ങൾ സൈക്കിൾ റിക്ഷയിൽ നമ്മളുടെ അക്ഷാതൻ ടെമ്പിളിലേക്ക് പോവാണ് കേട്ടോ. സൈക്കിൾ റിക്ഷയിൽ ടൈം ഇപ്പോൾ 6 മണി കഴിഞ്ഞു കേട്ടോ. അവര് ബാക്കിലുണ്ട്. ഫോണുണ്ട്. അങ്ങനെ അക്ഷാതൻ ടെമ്പിളിൽ പോയി അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പോയി ലഡ്ഡു ഒക്കെ കഴിച്ചു. അവിടുത്തെ പ്രസാദം ഉണ്ട്. നമ്മളൊരു 50 രൂപ കൊടുത്താൽ 5 പീസ് ഉണ്ടാവും. അപ്പം 5 ലഡു ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടുത്തെ ബാത്റൂമൊക്കെ നല്ല നീറ്റാട്ടോ. അവിടെ മാത്രമാണ് എനിക്ക് തോന്നുന്ന ഒരു നീറ്റ്നെസ്, നല്ല രീതിയിലൊരു നീറ്റ്നെസ് ഞാൻ കണ്ടത്. ഡൽഹി വൻ ഷോക്കാണല്ലോ, എനിക്കറിയാലോ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ മെട്രോയിൽ പോയി, പിന്നെ റൂമിൽ പോയി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം പുലർച്ചെ 5 മണിക്കാണ് നമുക്ക് മഡ്ഗോണയിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. നിസാമുദ്ദീനിൽ നിന്ന് മഡ്ഗോണയിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് രാത്രി പ്രഗഞ്ചി മാർക്കറ്റിൽ, അതായത് തലേ ദിവസം നൈറ്റ് 13-ാം തീയതി കഴിച്ച അവിടെ നിന്ന് തന്നെ 14-ാം തീയതി നൈറ്റ് ഫുഡ് കഴിച്ചു. പിന്നെ ഓട്ടോ ആ ടൈമിലൊക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു. കാരണം ഞങ്ങൾക്ക് പൊലിച്ചൊക്കെ പോകണമല്ലോ, അപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. 24 hours അവിടെ ഓട്ടോസൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ റൂമിൽ പോയി കിടന്നു ഗെയ്സ്. അപ്പം ഞങ്ങൾ നമ്മളുടെ എല്ലാ ട്രിപ്പും കഴിഞ്ഞ് രാത്രിത്തെ ഫുഡും കഴിച്ച് ഇപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. 4:30 എണീറ്റതാണ്. ഒരു 6 മണിക്ക് തുടങ്ങിയ കറക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റിക്ഷാസ്, ഓട്ടോകൾ, പിന്നെ മെട്രോസ്, ബാക്കി ഫുള്ള് നടത്തം. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് ഫിനിഷ് ചെയ്തത്. അതായത് എല്ലാ സ്ഥലവും കറങ്ങിയത്. അപ്പം നടന്ന് കാലം അവിടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഞങ്ങൾ 4 പേര് നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. ഇപ്പോൾ ടൈം 9 മണി കഴിഞ്ഞു. അപ്പം ഇത്രയും നേരം നടത്തം തന്നെയായിരുന്നു. നീട്ടി വലിച്ച് മാക്സിമം സ്ഥലങ്ങൾ തന്നെ കവർ ചെയ്തു. ഇനി ഒന്ന് കിടക്കണം. അതായത് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പിന്നെ ഫ്രഷായി കിടക്കണം. നാളെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കണം പുലർച്ചെ. കാരണം 5 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് നിസാമുദ്ദീനിൽ നിന്ന്. അപ്പം ഇവിടെ 5 മണിക്ക് ട്രെയിന് 5 മണി ആകുമ്പോഴത്തേക്ക് എടുക്കും. അപ്പോൾ കറക്റ്റ് ഒരു 4 ആകുമ്പോഴത്തേക്കും അവിടെ എത്തിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പം കിടന്നിട്ട് നാളെ പോകാനുള്ളതാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഡേയിലുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.